ആസ് എ സിംഗർ എന്ന നിലയിൽ ഈ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കവർ സോങ് എടുത്ത് പാടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പാട്ടിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂം ഇടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വിഷ്വൽസ് ഭയങ്കര ക്യൂട്ടായിരിക്കും. അങ്ങനെയൊക്കെ നോക്കാറില്ലേ? മീൻസ് ഒരു പാട്ട് ഞാൻ എപ്പോഴും സ്റ്റേജിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ് അത്. പുതിയൊരു എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ കുറച്ചൊരു 10 വർഷം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 2006 തൊട്ട് പാടുമ്പോഴേ എനിക്ക് സ്റ്റേജിൽ ഞാൻ നന്നായിട്ട് എന്നെ പ്രസന്റ് ചെയ്യണം. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ അന്ന് തൊട്ടേ. അതെനിക്ക് തോന്നുന്നു TV ഷോസ് ഒക്കെ കുറെ ആങ്കറിങ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയിരിക്കുന്നത് ഈ ലുക്സിനാണോ പാട്ടിനാണോ? അങ്ങനെ അല്ല, ചിലപ്പോ സ്റ്റേജിൽ നിൽക്കണ പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്നൊരു ഒരു കോളേജിലൊക്കെ ഓഫ് കോഴ്സ് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടാവും. കോളേജ് ടൈമിലാണ് ആങ്കറിങ് തുടങ്ങിയത്, TV ഷോസ് ചെയ്യാൻ തുടങ്ങിയത്. ബെസ്റ്റ് ടൈം. അപ്പൊ പിന്നെ ഓൾറെഡി സെലിബ്രിറ്റി ആയിട്ടാണ് കോളേജിൽ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു കമ്പനി ആയ ആളെ തന്നെ കല്യാണം കഴിച്ചു. അപ്പൊ പിന്നെ അതിന് വലിയൊരു സ്കോപ്പ് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. കൂടെയുള്ള എല്ലാവർക്കും അറിയാം ഇതിപ്പോ ഓൾറെഡി സെറ്റാണ്, അപ്പൊ ഇതിന് നോക്കണ്ട. അതുകൊണ്ട് എങ്ങനെയാ പാട്ട് പാടിയിട്ടാണോ അങ്ങനെ? അതെങ്ങനെയാ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഹസ്ബൻഡിന്റെ പേര് ശ്യാമിന്. ഞാനൊരു സിംഗറാന്ന് പോലും പാട്ട് പാടുന്ന പോലും അറിയില്ലായിരുന്നു. കോളേജിൽ ഒരു ഫംഗ്ഷൻ വന്നപ്പോഴാണ് ഞാൻ പാടിയത് കേട്ടപ്പോഴാണ് പാട്ട് പാടുമല്ലേ. അങ്ങനെ പാടുന്നൊന്നും അറിയില്ല. ശ്യാമ പാടും അല്ലേ? ഇല്ല, നന്നായിട്ട് ആസ്വദിക്കും. പാട്ടൊന്നും അങ്ങനെ. മോനാണ് എനിക്കാണ് നല്ലൊരു അപ്കമിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന് നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. കുട്ടിക്കാലത്തൊന്നും ഞങ്ങളുടെ നിർബന്ധത്തിൽ പാട്ട് പഠിപ്പിച്ചു ഒക്കെ. അങ്ങനെ നിർബന്ധത്തിന് ഓരോന്ന് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും വയലിൻ പഠിപ്പിച്ചു, പാട്ട് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചു. പക്ഷെ അവനത് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവന് നന്നായിട്ട് പാടണം, പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒരു പാട്ടുകാരനായി ഞാൻ അറിയണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി. അത് വലിയൊരു, എനിക്ക് തോന്നുന്നത് അത് കേട്ടിട്ട് ആ സമയത്തൊന്നും അത്ര അത് സീരിയസ് ആയിട്ട് എടുക്കാണ്ട്. പിന്നെ ആൺകുട്ടികളല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു, നമ്മളെത്ര നിർബന്ധിച്ചാലും ഫോഴ്സ് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങണം അവർക്ക്. അതെ, അവർ തന്നെ തോന്നി ചെയ്യണം. അതെ. അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റും ഒരു സീരിയസ്നെസ്സും ഒക്കെ ഉണ്ടാവും.